ഹലോ ഫുഡ് ലവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ ഇംപെർഫെക്റ്റ്ലി ഡെലീഷ്യസ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് കേരളത്തിലെ ബിരിയാണിയിൽ കുറച്ച് ഡിഫറെൻറ്റ് ബിരിയാണിയാണ്. ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബോംബെ ബിരിയാണി അല്ലെങ്കിൽ മുംബൈ ബിരിയാണി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പൈസി, കുറച്ച് ഒരു ചെറിയ ടാങ്കിനെസ്സും, ഓഹോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. നിങ്ങളിങ്ങനത്തെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് തുടങ്ങാം. ബോംബെ ബിരിയാണി. ബോംബെ ബിരിയാണിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടേറ്റോ ഇല്ലാത്ത ബോംബെ ബിരിയാണി ഇല്ല കേട്ടോ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബോൺലെസ് ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിത്ത് ബോൺ ഉണ്ടാക്കാം, ഡസൻ മാറ്റർ. ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കനിൽ കുറച്ച് കൂടുതലുണ്ട്, അത് ബോൺലെസ് എടുത്തിട്ട് ഞാനിത് രാത്രി മൊത്തം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ ചിക്കനൊക്കെ നല്ല ടെൻഡറായി കിട്ടും. ഇനി സമയമില്ലെങ്കിൽ 1 hour മാരിനേറ്റ് ചെയ്താലും മതി. നമ്മുടെ വീട്ടിലെ മസാലകളെല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല എല്ലാം ഇട്ടിട്ട് പിന്നെ ഞാനിവിടെ ഇടുന്നത് ഒരു ബിരിയാണി മസാല, ഷാനിൻ്റെ ബിരിയാണി മസാലയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ തൈര് ഇട്ടിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്യണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഇട്ടേക്കണേ. പിന്നെ ഞാൻ ഈ ഗരം മസാല, നമ്മുടെ എന്താ പറയുന്നത്, ബിരിയാണി മസാലയ്ക്കകത്തില്ലേ ഹോൾ സ്പൈസസ്, നമ്മുടെ ഹോൾ ഗരം മസാല ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കിംഗ് ചെയ്യാൻ നേരത്ത് ഗരം മസാല ഇട്ടിട്ടില്ല. നിങ്ങളുടെ ബിരിയാണി മസാലയ്ക്കകത്ത് ഗരം മസാലയുടെ ഇങ്ങനെ ഹോൾ ഗരം മസാല ഇല്ലെങ്കിൽ നിങ്ങളത് കുക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റേജിൽ എണ്ണ നെയ്ക്കകത്തോട്ട് ഗരം മസാല ഇട്ടേക്കണം. അപ്പോൾ ഞാനിവിടെ ഇടുന്നില്ല. ഞാനിവിടെ ഡയറക്റ്റ് നെയ്യും എണ്ണയെല്ലാം കൂടെ എടുത്തിട്ട് പിന്നെ നമ്മുടെ ഉർവശി ചേച്ചി പറഞ്ഞ മാതിരി പുട്ട് സം അനിയൻസ് ആൻഡ് ദെൻ കടുവറ അങ്ങനെ നമ്മളിട്ട് എല്ലാം കൂടെ ബ്രൗൺ ആവുന്ന വരെ നല്ല പോലെ അതിനെ സോട്ടേ ചെയ്യണേ. അപ്പം അതിനെ നല്ല ബ്രൗൺ ആക്കണം. ഞാൻ സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ കുറേ അനിയൻസ് ഇങ്ങനെ വറുത്ത് ഫ്രീസറിനകത്ത് വെക്കും. അപ്പോൾ ഇങ്ങനെ ബ്രിഷ്ട മാതിരി ആക്കി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇങ്ങനെ എളുപ്പമാണ്. അങ്ങനെ ഒരു സൈഡിൽ അരി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ പാല് ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് സാഫ്രൻ സ്ട്രാൻസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ലെയറിങ് ചെയ്യുമ്പോൾ ആവശ്യം വരും. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോസ് ഇട്ടിട്ട് അതിനെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ടൊമാറ്റോസൊക്കെ നല്ലപോലെ മഷി ആയി വരുന്നവരെ. ഈ ടൊമാറ്റോസൊക്കെ മഷിയായി വന്നപ്പോഴത്തേന് 1 ടീസ്പൂണും കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ നമ്മൾ ആദ്യം മാരിനേഷനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അതൊന്ന് സോട്ടേ ചെയ്ത് പിന്നെ നമുക്ക് ഇതിനകത്ത് ചിക്കൻ ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നത് മിസ്സായെന്ന് തോന്നുന്ന വീഡിയോ. എന്നിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഇട്ടിട്ട് അതിനകത്തേക്ക് പൊട്ടേറ്റോ ഇടാം. ബോംബെ ബിരിയാണി ആയിട്ടുണ്ടെങ്കിൽ പൊട്ടേറ്റോ മസ്റ്റ്. അതിനകത്ത് ബോംബെ ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അതാണ്. പിന്നെ ഈ പൊട്ടേറ്റോയ്ക്ക് അതോട്ടേക്ക് ഈ ചിക്കൻ്റെയും ആ ബിരിയാണിയുടെ ടേസ്റ്റ്, മസാലയുടെ ടേസ്റ്റൊക്കെ വന്ന് ആ പൊട്ടേറ്റോ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ. ഓ, പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5-10 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അന്നേരത്തേക്ക് അത് വെള്ളമൊക്കെ റിലീസ് ചെയ്തിട്ട് ഒരു സെമി കുക്ക് ആയതേ ഉള്ളൂ. ഇതുവരെ പൊട്ടേറ്റോ ഒന്നും വെന്തിട്ടില്ല. പിന്നെ നമുക്കതിനെ ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഉപ്പും ഒക്കെ ഇടാം, കാരണം വെള്ളം ഞാൻ മാരിനേഷനകത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ആ ബിരിയാണിയുടെ പാക്കറ്റ് മസാല ഇല്ലേ, അതിനകത്ത് നല്ലപോലെ ഉപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഈ സ്റ്റേജിൽ കുറച്ചത് വെള്ളമൊക്കെ ഇങ്ങനെ റിലീസ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ അത് മിക്സായി കിട്ടും. പിന്നെ എനിക്ക് സാധാരണ ബോംബെ ബിരിയാണി കുറച്ച് സ്പൈസിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ബിരിയാണി മസാല നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മുളക് പൊടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വെക്കും. പിന്നെ നമുക്ക് ലെയറിങ് ചെയ്യാൻ വേണ്ടി പൊട്ടറ്റോയും ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 2.5 കപ്പ് റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡബിള് വെള്ളം എടുത്തിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് ജീരകവും നെയ്യൊക്കെ ഇതിനകത്ത് നമുക്ക് തീരെ പിശുക്ക് വേണ്ട കേട്ടോ. നെയ്യൊക്കെ നല്ലപോലെ ഇട്ട് കൊടുക്കണേ. അപ്പം അതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഞാനിവിടെ റൈസ് ഫുൾ 100% കുക്ക് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ ചിലരിങ്ങനെ 80-90% കുക്ക് ചെയ്തിട്ട് ബാക്കി ദമ്മിനകത്താവും. അങ്ങനെയല്ല, ഞാൻ ഫുൾ 100% കുക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കുക്കായി വരുമ്പോഴല്ലേ ആ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം റൈസ് ഇങ്ങനെ റെഡി ആയിട്ട് നമുക്കതിനെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി അതിൻ്റെ ലെയറിങ് പ്രോസസ്സിലോട്ട് പോകാം. അപ്പോൾ മസാലയൊക്കെ അടിയിൽ വെച്ചിട്ട് റൈസിൻ്റെ ഫസ്റ്റ് ലെയർ വെക്കും. ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് നെയ്യ് നല്ലപോലെ ഒഴിച്ച് കൊടുക്കണേ. നെയ്ക്ക് ഒരു പിശുക്കും വേണ്ട. അപ്പോൾ ഈ ബിരിയാണി എന്ന് പറഞ്ഞാലേ നമുക്ക് ഈ ഡയറ്റ് തുടങ്ങാൻ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും തോപ്പിക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പം പിന്നെ നമുക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ്,
മുകളിലേക്ക് വിട്ട് കൊടുക്കാം. ഇതൊക്കെ കാണാനും ഒരു രസമാണ് ബിരിയാണിയിൽ. പിന്നെ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ വേറെ ലെവലാണ്. അപ്പം എല്ലാം കൂടെ ലെയർ ചെയ്തിട്ട് ഇന്ന് ഫൈനൽ ലെയറിൽ നമ്മൾ വീണ്ടും കുറേ നെയ്യ് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ സാഫ്രൻ മിൽക്ക് വെച്ചേക്കുന്നില്ലേ, അപ്പോൾ സാഫ്രൻ മിൽക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളറും കിട്ടും. അപ്പോൾ നമുക്ക് അല്ലാതെ വേറെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സാഫ്രൻ്റെ കളറും പിന്നെ ആ സാഫ്രൻ്റെ ഒരു ടേസ്റ്റില്ലേ അതും നമുക്ക് റൈസിനകത്ത് വരും. അപ്പോൾ നല്ല സോഫ്റ്റ് റൈസ്, ഞാനിവിടെ ബാസ്മതി റൈസ് XXL റൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് റൈസ് വന്നിട്ടുണ്ടായിരുന്നു. നെയ്യ് ഒഴിച്ച് കുക്ക് ചെയ്താലേ നല്ല സോഫ്റ്റ് റൈസ് കിട്ടുമേ. എന്നിട്ട് നമ്മൾ ഒരു പാൻ എടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ്സ് ദമ്മിന് കൊടുത്തിട്ടുണ്ട്. ഓഹോ, ദമ്മ് തുറക്കുമ്പോൾ എന്താ മണമെന്നല്ലേ, റൂം മൊത്തം അങ്ങ് സ്മെല്ല്, എന്ത് നല്ല സ്മെല്ലായിരുന്നു എന്നറിയാം. നല്ല സോഫ്റ്റ് റൈസ്, നല്ല സ്പൈസി മസാലയൊക്കെ ആയിട്ട് നിങ്ങൾ ബോംബെ ബിരിയാണി എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ ഇത്. അപ്പം ഒരു സ്പൂണ് കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തായാലും ലാസ്റ്റ് സ്പൂണെന്ന് പറഞ്ഞിട്ടില്ലേ 3 പ്ലേറ്റ് കഴിച്ച് തീർക്കും. ഇത് അത്ര ടേസ്റ്റി ബിരിയാണി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.